ഹലോ, ബിൽഡിയർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. നമ്മൾ RRB ALP എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡേ 5ലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 5ലെ ഫസ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞു. ഇത് സെക്കൻഡ് ഷിഫ്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനൊപ്പം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ടെങ്കിലും പിന്നെയും കമൻറ്റ് സെക്ഷൻ്റെ അടിയിൽ കുറേ പേര് വന്ന് ചോദിച്ചിട്ടുണ്ട്, ഇത് RRB ഗ്രൂപ്പ് ഡിക്ക് പറ്റുമോ, ടെക്നീഷ്യന് പറ്റുമോ, NTPCക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ഏത് എക്സാമിനും RRBയുടെയും SSCയുടെയും ഏതൊരു എക്സാമിനും നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് RRBയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും. നമ്മൾ എപ്പോഴും RRB SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നത് ആ രണ്ട് എക്സാംസിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഏത് പോസ്റ്റ് എന്നൊന്നുമില്ല, എല്ലാ പോസ്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും എന്ത് തന്നെയാണ്, ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനലിൽ നിന്ന് കയറി നോക്കുക. കാണുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഞാൻ അവിടെ ആഡ് ചെയ്യാൻ മറന്നുപോയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് നമുക്ക് ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കണേ, ഒരു സ്കൂൾ ക്രിക്കറ്റ് ടീമിന് 9 മെമ്പേഴ്സ് ഉണ്ട്. അവരുടെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അവരുടെ ആവറേജ് വെയിറ്റ് 56 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? 9 × 56 ചെയ്താൽ മതി അല്ലേ. 9 × 56 ചെയ്താൽ നമുക്ക് ടോട്ടൽ വെയിറ്റ് എത്രയാണ് കിട്ടുക? 504 എന്നാണ് ടോട്ടൽ വെയിറ്റ് കിട്ടുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന വെയിറ്റ് എല്ലാം ആഡ് ചെയ്യുക എക്സെപ്റ്റ് എക്സ് അല്ലേ. അപ്പം ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണെന്ന് അറിയോ? 441 എന്നാണ് നമുക്ക് കിട്ടുക. ഞാനിതിപ്പോൾ ആഡ് ചെയ്ത സമയം കളയണില്ല. അപ്പം ബാക്കിയുള്ള കുട്ടികളുടെ വെയിറ്റ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ 441 എന്ന് കിട്ടും. നമുക്ക് കിട്ടാനുള്ളത് ഒരു കുട്ടിയുടെ മാത്രം വെയിറ്റ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വെയിറ്റ് 504 ആണ്. അതിൽ നിന്ന് ബാക്കിയുള്ള 8 പേരുടെ വെയിറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 9ാമത്തെ ആളുടെ വെയിറ്റ് കിട്ടിയില്ലേ? 9ാമത്തെ ആളുടെ വെയിറ്റ് 63 kg ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഒന്ന് സൂക്ഷിച്ച് പരിശ്രമിച്ചാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് RRB ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഷിഫ്റ്റിലേക്ക് പോവാണ്. സെക്കൻഡ് ഷിഫ്റ്റിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫോർ വാട്ട് വാല്യൂ ഓഫ് കെ. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതിന് ഒരു ട്രിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞു തരട്ടെ. കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0.009 ഡിവൈഡഡ് ബൈ 0.1 ആണ് വരിക അല്ലേ. അപ്പം ഇവിടെ കെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ഒരു നമ്പറിന്റെ കൂടെ, ദാറ്റ് മീൻസ് 0.1ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 0.009 കിട്ടുന്നത്. ഇത് നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാണ്ട് ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇവിടെ നോക്കി, ഇവിടെ ഡെസിമൽ കഴിഞ്ഞാൽ 3 പോയിന്റ് ആണുള്ളത്. 0.1 എന്ന് പറയുമ്പോൾ ഒരു പോയിന്റേ ഉള്ളൂ അല്ലെ. 1ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് 9 കിട്ടുള്ളൂ? 9 മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. സോ ഇവിടെ 9 ആണെന്നുള്ളത് കൺഫേം ആയി. ഇവിടെ ഒരു പ്ലേസ് ഉണ്ട്, ഇവിടെ 3 എണ്ണമാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പറിന് എത്ര പ്ലേസ് വരണം? 2 പ്ലേസ് വരണം അല്ലെ. ഇവിടെ നോക്കുക, ഇത് 4 പ്ലേസ് ആണ്, ഇതല്ല. ഇതിൽ ഒരു പ്ലേസും ഇല്ല, അതുമല്ല. ഇതിൽ ഒരെണ്ണാണ്. ഇതാണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ ഇവിടുത്തെ 2 പ്ലേസും ഇവിടുത്തെ ഒരു പ്ലേസും കൂടെ ആൻസറിൽ എത്ര പ്ലേസ് വന്നു? 3 പ്ലേസ് വന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്, നമുക്ക് ഇരുന്ന് കാൽക്കുലേഷൻ ചെയ്യുന്നതിലും എളുപ്പത്തിൽ ഇങ്ങനെ പ്ലേസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത്, how much time will it take for rupees 1500 to become rupees 2040? ഓക്കെ, 2040 ആവാനായിട്ട് 6% എത്രയാ വരുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് വരുന്നുണ്ട് അല്ലെ. അപ്പം 8% സിമ്പിൾ ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ എത്ര വർഷം കൊണ്ടാണ് നമുക്ക് 2040 ആവുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം അവിടെ എന്ത് കണ്ടുപിടിക്കണം? സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കണം. എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പൽ മൈനസ് ചെയ്താൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും അല്ലെ. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് കിട്ടുന്നത്? 4
540 രൂപയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പൊ ഇനി നമുക്ക് ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ലേ? 540 ഇസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ 1500 ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8 ആണ്, ടൈം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഡിവൈഡഡ് ബൈ 100. അപ്പൊ ഇവിടെ 0 ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ടി എങ്ങനെയാ കണ്ടുപിടിക്കുക? 540 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 8. 8 54 പോവോ? നമുക്ക് 3യിൽ പോകും അല്ലേ? ഇവിടെ 5 വരും. ഇവിടെ ആണെങ്കിൽ എന്താ വരിക? 1 8 അല്ലേ? അങ്ങനല്ലേ വരിക? 180 എന്നല്ലേ വരിക? അപ്പൊ ഇനി ഇവിടെ 5 ആണെങ്കിൽ 180 എത്ര ടൈംസ് പോകും? 180 പോകുന്നത് 3 6 വരും. ഇവിടെ 36/8 എന്നാണ് നമുക്ക് കിട്ടുന്നത്. 36/8 എന്ന് പറഞ്ഞാൽ 8ൽ 36 32 4 ടൈംസ് ആണ് അല്ലെ? അപ്പൊ 4 വരും. ഇവിടെ ഇതാ സിമ്പിൾ ആണ്. 36 ഡിവൈഡഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 32 ബാലൻസ് 4 ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 4/8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 4 1/2 ഇയേഴ്സ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ ഒരു ടൈം പീരീഡ് കിട്ടുന്നത് 4 1/2 ഇയേഴ്സ്. ക്ലിയർ ആയില്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ തന്നെയാണ്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കുറച്ചധികം സമയം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കാൽക്കുലേഷൻ സ്പീഡ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഹൗ മച്ച് ഈസ് 50% ഓഫ് 60 മോർ ദാൻ 30% ഓഫ് 40? അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമുക്ക് 60യുടെ 50% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ് അല്ലെ? അത് 40യുടെ 30%നേക്കാൾ എത്ര കൂടുതലാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് വേണിച്ചാൽ ഇവിടെ നിന്ന് തന്നെ ചെയ്യാം. 50% ഓഫ് 60 എന്ന് പറഞ്ഞാൽ 30. 40യുടെ 30% 10% എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ 30% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 into 3 ആണ്. എന്ത് വരും? 12 എന്ന് വരും. അപ്പൊ എന്താണ്? 12 ആണ് വരിക. സോ 30 - 12 ആണ് വരിക. നമുക്ക് ആൻസർ എത്ര വരും? 18 ആണ് ആൻസർ വരിക. മനസ്സിലായില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം? കാൽക്കുലേഷൻ മാക്സിമം മിനിമൈസ് ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അടുത്തത്, the corresponding sides of two similar triangles are in the ratio 2:3. If the area of the smaller triangle is 36 square centimeter, what is the area of the larger triangle? ഇത് നമുക്ക് ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് രണ്ട് സിമിലർ ട്രയാങ്കിൾസിന്റെ ഏരിയാസ് എന്ന് പറയുന്നത് അവരുടെ എന്തിന് ഈക്വൽ ആയിരിക്കും? അവരുടെ സൈഡ്സിന്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇത് ഇങ്ങനെ വരുമ്പോൾ ഇതെന്താവും? ഇവിടെ നമുക്ക് x സ്ക്വയർ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താ വരിക? ഇത് ഞാൻ ജസ്റ്റ് അവിടെ കൊടുക്കാനായിട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. 2 സ്ക്വയർ 3 സ്ക്വയർ എന്ന് വരും. 36/x is equal to 4/9 എന്ന് വരും. x നമുക്ക് എന്താ കിട്ടുക? x എന്ന് പറയുമ്പം ഇവിടെ 36 into 9/4 എന്ന് വരും. ഇവിടെ 9, എക്സിന്റെ വാല്യൂ 81. ദാറ്റ് മീൻസ് അടുത്ത സ്ക്വയറിന്റെ ലാർജർ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാ വരുന്നത്? 81 സ്ക്വയർ സെന്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം? ഓക്കെ, അപ്പൊ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ മാക്സിമം സോൾവ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു, ഒരു ക്വസ്റ്റ്യൻ. ഞാനത് കമന്റ് സെക്ഷനിൽ തന്നെ ക്ലാരിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ആള് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞു തന്ന കാര്യം ഇനിയും നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എന്നാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ആ കമന്റിന്റെ താഴെ തന്നെ ഒന്നുകൂടെ ഒന്ന് ഇത് വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. If the mean of a distribution is 8.73 and its median is 11, then the mode of the distribution, നമുക്ക് empirical formula അറിയാലേ എന്താണ്? മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് is equal to 3 median. അപ്പൊ എന്താണ്? 3 into 11 minus 2 mean ആണ്. 2 into 8.73 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 33 എന്ന് കിട്ടും. മൈനസ് 2 into 8.73 എന്ന് പറഞ്ഞാൽ 17.46 ആണ് കിട്ടുക. നമുക്ക് ആൻസർ വരുന്നത് 15.54 എന്നാണ് ആൻസർ കിട്ടുക. ഇത് ഇവിടെ 54 നമുക്ക് 100 - 00 - 46 എന്ന് ചെയ്യുമ്പോൾ തന്നെ 54 കിട്ടും. ഓപ്ഷനിലേക്ക് നോക്കുക, 54 ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. ഇവിടെ കിട്ടുന്ന 17.46നെ കൊണ്ടുപോയി മാർക്ക് ചെയ്ത് വെക്കരുത്. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ.
ഓക്കെ, അടുത്തത് ടു സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 25% and 10% ഓൺ എ ഡീൽ ആർ ഇക്വാലന്റ് ടു എ സിംഗിൾ ഡിസ്കൗണ്ട് ഓഫ്. നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലെ, എന്താ ചെയ്യുക? ഫസ്റ്റ് ഡിസ്കൗണ്ട് പ്ലസ് സെക്കൻഡ് ഡിസ്കൗണ്ട് മൈനസ് എന്താണ് 25 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടും ഇവിടെ? 35 മൈനസ് 250 ബൈ 100 എന്ന് കിട്ടും. 0 0 ക്യാൻസൽ ചെയ്യും. ഇവിടെ നമുക്ക് 350 മൈനസ് 25 എന്ന് പറഞ്ഞാൽ 350 മൈനസ് 25 എന്ന് പറഞ്ഞാൽ 325 എന്നാണ് കിട്ടുക അല്ലെ. 325 എന്നല്ലേ കിട്ടുക? 325 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 32.5% ആണ് സിംഗിൾ ഡിസ്കൗണ്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത്? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഗിവൺ എക്സ്പ്രഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ ഇത് എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക, എനിക്ക് ആൻസർ കമന്റ് സെക്ഷനിൽ പറഞ്ഞു തരിക. ഓക്കെ അല്ലേ. അടുത്തത് A can do a certain work in the same time as B and C together can do it. ഓക്കെ, അപ്പൊ എന്താണ്? എ ആൻഡ് ബി ഒരുമിച്ച് ആ വർക്ക് എത്ര ദിവസം കൊണ്ടാണ് തീർക്കുന്നത്? 10 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്. സി ഒറ്റയ്ക്ക് ആ വർക്ക് 50 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് അറിയാവുന്ന കാര്യം ഇത്രയുമാണ്. അപ്പൊ ഇതിൽ നിന്ന് ആദ്യം നമുക്ക് ടോട്ടൽ വർക്ക് LCM 50 ആണ് ടോട്ടൽ വർക്ക്. എയും ബിയും അപ്പോൾ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 5 വർക്ക് ചെയ്യും. സി ഒരു ദിവസം ഒരു വർക്കേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബിയും സിയും എ ചെയ്യുന്ന സെയിം ടൈം തന്നെയാണ് ബിയും സിയും ഒരുമിച്ച് ചെയ്യണത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക് സി ഒരു വർക്കല്ലേ ചെയ്യണത്? സി ഒരു ദിവസം ഒരു വർക്കാണ് ചെയ്യണത് അല്ലെ. അപ്പം ബിയും സിയും ഒരുമിച്ച് ചെയ്യുന്ന വർക്ക് തന്നെയാണ് എയും ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ ബി അവിടെ എന്ത് വരും? B2 എന്നും A3 എന്നും അല്ലേ വരിക? എന്നാലല്ലേ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും എയും ബിയും ഒരുമിച്ചാവുമ്പോൾ 5 വർക്ക് തീർക്കും ഒരു ദിവസം. ബിയും സിയും കൂടെ ആണെങ്കിൽ 3 വർക്ക് തീർക്കും. അതെന്തിനാണ്? എ ഒറ്റയ്ക്ക് തീർക്കുന്ന വർക്കിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബി ഒറ്റയ്ക്കാണെങ്കിൽ ഈ വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും? 50 വർക്ക് 25 ദിവസം കൊണ്ടാണ് ആര് തീർക്കുക? ബി തീർക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാംസിനുള്ള മാത്സ് ക്വസ്റ്റ്യൻസിൽ, മാത്സ് മാത്രമല്ല ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് അവിടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. ഞാൻ 10th കുട്ടികളോടൊക്കെ പറയാറുണ്ട്, 10th സ്റ്റാൻഡേർഡ് വരെയും ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, മാത്സ് ക്ലാസ് എടുക്കുന്ന ആളാണ്. അപ്പൊ അവരോട് പറയാറുണ്ട്, നമുക്ക് മാത്സ് ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്. നമ്മൾ ഏത് രീതിയിൽ ആൻസർ ചെയ്താലും ആ ചെയ്യുന്ന കാര്യം എങ്ങനെ ആൻസറിലേക്ക് എത്തി എന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരാൾക്ക്, ലൈക്ക് ടീച്ചർ, അങ്ങനെ ആർക്കാണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് അറിയാമെങ്കിൽ നമ്മുടെ മെത്തേഡ് ശരിയാണ്. അല്ലാതെ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന മെത്തേഡ് തന്നെ നിങ്ങളും പഠിക്കണം എന്നൊന്നുമില്ല എന്നൊക്കെ ഞാൻ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളോടും പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്ക് ഏത് മെത്തേഡിലൂടെ പോയി എന്നത് ആരും അന്വേഷിക്കാൻ വരില്ല. ഓക്കെ, നമുക്ക് അവിടെ അൾട്ടിമേറ്റ് ആയിട്ട് വേണ്ടത് എന്താണ്? ആൻസർ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് കിട്ടണം, അത് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ചിലപ്പം ഈ ഒരു രീതി അല്ലാണ്ട് ഇതിനേക്കാൾ എളുപ്പത്തിൽ ഒരു മെത്തേഡ് അറിയാവുന്നവരുണ്ടാവും. ഇനി ട്രിക്കുകൾ ഒന്നും എനിക്ക് പഠിക്കാൻ പറ്റണില്ല, എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് എഴുതിയേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നവരും ഉണ്ടാവും. ഓക്കെ, ട്രിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൺഫ്യൂഷൻ വന്ന് തെറ്റിപ്പോകുമോ എന്ന് ഡൗട്ട് വരുന്നവരുണ്ടാവും. അവര് ഒരു പ്രശ്നമില്ല, എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടിയാൽ മതി. ഓക്കെ, ഞാനും അങ്ങനെ ഒരാളാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് സ്റ്റെപ്പുകളെല്ലാം എഴുതി ആൻസർ ചെയ്യുന്ന ഒരാളായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് സ്പീഡ് ചെയ്യാനായിട്ട് നോക്കും. എനിക്ക് ട്രിക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവോ എന്ന് കൺഫ്യൂഷൻ വന്നിരുന്നു പണ്ട്. ഇപ്പില്ല, ഇപ്പം അത് ശരിയാക്കി. അപ്പം അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മൾ ഓൾറെഡി പഠിച്ച കൺവെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്തത്, a sum of money is divided between two friends in the ratio of 4:7. If the second part is ₹6 more than the first part, then what is the difference in the amount divided between the two friends? അപ്പം നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം. കാരണം എന്താണ്? ആദ്യത്തെ പാർട്ടിനേക്കാൾ ₹6 രണ്ടാമത്തെ പാർട്ട് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ റേഷ്യോ ആയതുകൊണ്ട് തന്നെ അവിടെ എന്തേ വരുള്ളൂ? ഈ ഡിഫറൻസ് ₹6 എന്നുള്ള ഡിഫറൻസ് തന്നെയാണ് അവിടെ വരിക. ഇനി അതൊരു കൺഫ്യൂഷൻ വരുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി?
സെക്കൻഡ് പാർട്ട് 7x ആണ്. അത് ആദ്യത്തെ പാർട്ടും അത് ആദ്യത്തെ പാർട്ടിൽ നിന്നും എത്ര കൂടുതലാണെന്നാ പറയണ 6 കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 7 - 4 എന്ന് പറഞ്ഞാൽ 3x ആണ് ഇസ് ഈക്വൽ ടു 6. എക്സ് നമുക്ക് എന്ത് വരും? 6/3 2 എന്ന് വരും. അപ്പൊ ഇനി ഇവിടെ ഫസ്റ്റ് പാർട്ട് 4 × 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. 7 × 2 14 ആണ്. 14 - 8 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇത് തന്നെയാണ് നമ്മൾ അവിടെ ഡിഫറൻസ് 6 രൂപ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് ചെറുതായിട്ട് നമ്മളെ ഒന്ന് കൺഫ്യൂഷൻ അടുപ്പിക്കാൻ വേണ്ടി കൊടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, a fruit seller had some apples. He sells 40% of the apples and still has 240 apples. Okay, അപ്പോ ഏതോ ഒരു ടോട്ടൽ നമ്പറിന്റെ എത്രയാണ് 40% വിറ്റ് കഴിഞ്ഞാൽ ബാക്കി അയാളുടെ കയ്യിൽ എത്രയുണ്ട്? 60% ബാക്കിയുണ്ട്. ആ 60% ആണ് 240. അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് എക്സ് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എന്ത് ചെയ്താൽ മതി? 240 × 100 ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ മതി അല്ലെ? 0 0 ഇവിടെ എന്താണ്? 4 എന്ന് വരും. അപ്പൊ ടോട്ടൽ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ആയിരുന്നു ഉണ്ടായിരുന്നേ? 400 ആപ്പിൾ ആയിരുന്നു ആ ഫ്രൂട്ട് സെല്ലറിന്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തത്, what is the simplified value of the expression √1 + cos a? ഇതാണ് കേട്ടോ. √1 + cos a by 1 - cos a. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടിടത്തും നമ്മൾ 1 + cos a വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, 1 + cos a 1 + cos a മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് വരും? 1² + cos² എന്ന് വരും അല്ലെ? ഇവിടെ നമുക്ക് 1 + cos എന്ന് വരും. കാരണം എന്താണ്? രണ്ടും സെയിം ആണ്. സെയിം നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ റൂട്ട് ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് എന്ത് വന്നു? 1 + cos a എന്ന് വന്നു. താഴെ എന്താ വരുന്നത്? 1 - cos a × 1 + cos a എന്ന് പറഞ്ഞാൽ 1² - a² - b² ആണ് അല്ലെ? അതെന്ത് വരും? a - b എന്ന് വരും അല്ലെ? അപ്പൊ എന്ത് വരും? 1² - a² - b² അല്ലേ? a - b × a + b a² - b². അപ്പൊ നമുക്ക് എന്ത് വരും? 1² - cos² a. 1² എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1 - cos² a എന്ന് പറയുമ്പോൾ നമ്മൾ റൂട്ടിനകത്താണ് ഇത് കിടക്കുന്നത്. അപ്പൊ അവിടുത്തെ റൂട്ടൊക്കെ ക്യാൻസൽ ആയി പോകും അല്ലെ? റൂട്ട് ക്യാൻസൽ ആയാൽ നമുക്ക് അവിടെ എന്താ കിട്ടുന്നത്? sin a എന്നാണ് കിട്ടുന്നത്. നമ്മുടെ ആൻസർ എന്ത് വരും? ഇവിടെ ഈ sin a നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ പോവാണ്. 1 - cos² θ എന്ന് പറഞ്ഞാൽ എന്താണ്? sin² θ ആണ് അല്ലെ? ആ sin² θയുടെ റൂട്ട് ഉണ്ട് അല്ലെ? ഇവിടെ റൂട്ടിനകത്താണ് ഈ sin² θ കിടക്കുന്നത്. സോ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി sin a എന്നാവും. ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ്. 1/sin a എന്ന് പറഞ്ഞാൽ എന്താണ്? 1/sin a എന്ന് പറഞ്ഞാൽ cos a ആണ്. പ്ലസ് cos a/sin a എന്താണ്? cot a ആണ് അല്ലെ? അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? cos a + cot a. cos a + cosec a ആണ്, cos അല്ല, cosec a. cosec a + cot a ഉണ്ടോ? ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ആൻസർ അതാണ്. മനസ്സിലായില്ലേ എങ്ങനെയാ ചെയ്തത് എന്നുള്ള കാര്യം? ഓക്കെ, അടുത്തത്, a wall whose height is 5 times its width and length is. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയുക? നമുക്ക് ഇറ്റ്സ് ഹൈറ്റ് ഹാസ് എ വോളിയം ഓഫ് 12.8 cubic meters. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വോളിയം തന്നിട്ടുണ്ട് 12.8. വോൾ എന്ന് പറഞ്ഞാൽ ക്യൂബ് ആണ്. ക്യൂബിന്റെ വോളിയം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? L × B × H ആണ്. ഇവിടെ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഹൈറ്റ് x ആണ്. ആ എക്സിന്റെ എത്ര ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്? വിഡ്ത്ത് x എടുത്തു. വിഡ്ത്തിന്റെ 5 ടൈംസ് ആണ് ലെങ്ത്. ലെങ്ത്തിന്റെ 8 ടൈംസ് ആണ് ഹൈറ്റ്. ലെങ്ത്തിന്റെ 8 ടൈംസ് എന്ന് പറയുമ്പോൾ 8 × 5 40x ആണ് നമുക്ക് എന്ത് വരുന്നത്? ഹൈറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ വിഡ്ത്ത് x ആയിട്ട് എടുത്തു, ലെങ്ത് 5x ആയിട്ട് എടുത്തു, ഹൈറ്റ് എന്തായിട്ട് എടുത്തു? 40x ആയിട്ട് എടുത്തു. അപ്പൊ ഇനി ഇതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 12.8/5 40 × 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 200 എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു x³ എന്ന് കിട്ടും അല്ലെ? അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? 12.8 ഡിവൈഡഡ് ബൈ 200 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0.064 എന്നാണ്. അപ്പൊ ഈ 64 എന്ന് പറയുന്നത് എന്തിന്റെ ക്യൂബ് ആണെന്ന് നമുക്കറിയാം. 4ന്റെ ക്യൂബ് ആണ് 64 എന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ 0.064 എന്ന് പറഞ്ഞാല് നമുക്ക് എന്ത് വരണം?
പോയിന്റിന്റെ ഇപ്പുറത്തേക്ക് 3 ഡെസിമൽ പോയിന്റ്സ് നമ്പേഴ്സ് വരുന്നുണ്ട് അല്ലെ. അപ്പോ നമുക്ക് എന്ത് വേണം? 0.4 0.4 0.4 3.4 ആണ് വരേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 0.4 ആണ് എക്സിന്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ഇവിടെ നോക്കുക 0.4 നമുക്കില്ല. അപ്പൊ നമ്മൾ ചെയ്തതിലെ മിസ്റ്റേക്ക് ആണ് എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയി 0.04 മാർക്ക് ചെയ്യരുത്. നമ്മൾ ഇവിടെ മീറ്ററിൽ കൊടുത്തു, ഇവിടെ 40 സെന്റിമീറ്റർ ഉണ്ട്. 0.4 into 100 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 40 ആണ് കിട്ടുക. സോ നമ്മുടെ ആൻസർ എന്താണ്? 40 സെന്റിമീറ്റർ ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും പറ്റുന്ന അബദ്ധമാണ്. നമ്മൾ ചെയ്തതിൽ എന്തോ, നമ്മൾ ചെയ്തത് എപ്പോഴും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? നമ്മൾ ചെയ്തതിലെ മിസ്റ്റേക്ക് ആണ്, 0.04 ആണ് വരിക എന്ന് പറഞ്ഞ് ചാടി കയറി അതുകൊണ്ട് മാർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി എല്ലാവർക്കും കൂടുതലായിരിക്കും. അങ്ങനെ ചെയ്യരുത്. ഇൻറ്റു 100 ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 40 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ഈ ഒരു എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യാനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു അല്ലെ. എന്താണ്? 10,000 ബേസ് ആയിട്ട് എടുക്കുക. 10,000 minus 8 into 10,000 plus 8. a minus b into a plus b. a square. 10,000 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 മൈനസ് 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 64. ഇനി 10 ഇതിൽ നിന്ന് 64. ഇവിടെ എന്ത് വരും? ഇവിടെ 10 ആണ്. 10 നിന്ന് 4 പോയാൽ ബാലൻസ് 6. അപ്പൊ നമുക്ക് ഇതുമല്ല ഇതുമല്ല ആൻസർ എന്നുള്ള കാര്യം കിട്ടി. അടുത്തത് ഇവിടെ 9 ആണ്. 9 നിന്ന് 6 പോയാൽ ബാക്കി 3 ആണ്. ഇവിടെ രണ്ടിടത്തും 36 ഉണ്ട്. സോ അത് വേണ്ട. ഇവിടെ 9, ഇതൊരു 9, ഇതൊരു 9, ഇതൊരു 9, ഇതൊരു 9, ഇതൊരു 9. എത്ര 9 വന്നു? 3 9 വന്നു അല്ലെ. 6 9. ഇതാ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ എപ്പോഴും പറയണ പോലെ ഞാനിത് പറഞ്ഞു ചെയ്യണോണ്ടാണ് ഇത്രയും സമയം വരുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ഇത്രയും സമയമൊന്നും ഇത് ചെയ്യാനായിട്ട് എടുക്കില്ല. ഓക്കെ, അടുത്തത് in an election between two candidates 75% of the voters cast their vote. അതിനകത്ത് ശരി 100%നകത്ത് 75% ആൾക്കാര് വോട്ട് കാസ്റ്റ് ചെയ്തു. 2% എന്തായി? ഇൻവാലിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അപ്പം ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്കിനി എന്താ ചെയ്യാനുള്ളത്? ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എ കാൻഡിഡേറ്റ് ഗോട്ട് 9261 votes which were 75% of the total valid votes. Total valid votes ന്റെ 75% ആണ് 9261 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ടോട്ടൽ ഇലക്ഷനിൽ എൻറോൾ ചെയ്ത ആൾക്കാരുടെ കൗണ്ട് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്തറിയാം? ഇത് നോക്ക്, 75% ഓഫ് എന്താണെന്നാ പറയണത്? എന്താ പറയണത് നമ്മളോട്? 2% ഇൻവാലിഡ് ആണ്. അപ്പൊ വാലിഡ് എത്രയാ വരുന്നത്? 98% വാലിഡ് ആണ് അല്ലെ. അപ്പൊ ടോട്ടൽ വാലിഡ് 98 ആണ്. 98% ആണ്. ഇനി അതെന്ന് പറഞ്ഞാല് ഈ 75 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 3/4. അതെന്താണെന്നാ പറയുന്നത്? അത് എത്രയാണെന്നാ പറയണത്? അതായത് 75% വോട്ടേഴ്സ് വോട്ട് എന്താ പറയാ കാസ്റ്റ് ചെയ്തു. അതിനകത്തെ 2% ഇൻവാലിഡ് ആണ്. അപ്പൊ ഈ 75%ലെ 98% ആണ് വാലിഡ് വോട്ട്. അത് ഇവിടെ കൊടുത്തു. ഇനി ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? 75% ടോട്ടൽ വാലിഡ് വോട്ട്സ്. ഈ 75%നകത്തെ 75% ആണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ വാലിഡ് വോട്ട്സ്. അത് എത്രയാണ്? 9261. ഇത് 75/100 എന്ന് തന്നെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് 75/100 എന്ന് തന്നെ എഴുതാം. 9261 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇനി ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ തന്നെ ഇത് 3ഉം 25ൽ ഇത് 3ഉം ഇത് 4ഉം വരും. ഇവിടെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇതിനെ 4ല് 98 എത്ര ടൈംസ് പോകും? 2 ടൈംസ്. ദെൻ ഇവിടെ 18 വരുന്ന ടൈമിൽ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പുറത്തേക്ക് വെച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാ ഇവിടെ 90 ഈ 75 ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ 9261 into 4 divided by 3 into 98 എന്ന് കൊണ്ടുപോവാണ്.
3 നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3 എന്ന് വരും. ഇവിടെ എന്ത് വരും? ഇവിടെ 0 എന്ന് വരും. 26 ഇല്ല, പകരം എന്താ വരിക? 8 വരും. 24നകത്ത് ബാലൻസ് എത്രയാ വരുന്നത്? 2 ആണ്. 21 7 ടൈംസ് വരും. ഓക്കെ, അപ്പം 3 അവിടെ ക്യാൻസൽ ആയി. പിന്നെ നമുക്ക് ഇവിടെ എന്താ ഉള്ളത്? 8 7 into 4 divided by 98 എന്നാണ് വരിക. ദാറ്റ് ഈസ് 75 ആണ് കേട്ടോ ഈക്വൽ ടു വരുന്നത്. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 75/2 is equal to 63 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, പെർസെൻറ്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ 1 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 63 into 2 divided by 75 into 100 ചെയ്യണം അല്ലേ? നമുക്ക് പെർസെൻറ്റേജ് എന്ന് മാറ്റാനായിട്ട് into 100 ചെയ്യണം. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16,800 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് കൺഫ്യൂഷൻ ഉണ്ടോ നിങ്ങൾക്ക്? നമുക്ക് പ്രത്യേകിച്ച് എക്സ് ഒന്നും തരാണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വരും. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസിനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മാറ്റുമ്പോൾ നമുക്ക് 75/2 is equal to 63 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എന്താ ചെയ്തത് എന്നുള്ള കാര്യം ക്ലിയർ ആയവർക്ക് അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എത്തുന്നതാണ് 75/2 is equal to 63. നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു പെർഫെക്റ്റ് നമ്പർ ആക്കാനായിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 1 എന്ന് കൊടുത്തിട്ട് ഈ 75നെയും 2നെയും അപ്പുറത്തേക്ക് കൊണ്ടുപോകും. into 100 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കൗണ്ട് ആയിട്ട് കിട്ടുന്നത്. അതാണ് നമുക്കിവിടെ 16,800 എന്ന ആൻസർ കിട്ടിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Arnab buys 9 oranges and 8 bananas for rupees 276. ഓക്കെ, എന്താ ചെയ്തിരിക്കണേ? 9 ഓറഞ്ചും 8 ബനാനയും എത്ര രൂപയ്ക്കാ വാങ്ങിച്ചേ? 276 രൂപയ്ക്ക് വാങ്ങിച്ചു. ഓക്കെ, അപ്പോ ഒരു ബനാനയുടെ പൈസ 10% കുറയാണ്. ഓക്കെ, ഓറഞ്ചിന്റെ കുറയാണ്. ഓക്കെ, അപ്പൊ ഓറഞ്ചിന്റെ കുറയുക എന്ന് പറയുമ്പോൾ ഓറഞ്ചിന്റെ എമൗണ്ട് എത്രയാവും? 0.9 ആവും അല്ലെ? 90% ആവില്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 0.9 into എത്ര ഓറഞ്ചാ പറയണത്? 5 ഓറഞ്ചസ് അല്ലെ? അങ്ങനത്തെ 5 ഓറഞ്ചിന്റെ വില പ്ലസ് 10 ബനാനയുടെ വില എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 210 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ലാസ്റ്റ് കണ്ടുപിടിക്കണം? 4x plus 3y എത്രയാണ് ആൻസർ കിട്ടുന്നത് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ സോൾവ് ചെയ്യുന്ന ടൈമിൽ ഇതൊന്ന് നോക്കിക്കോ. നമുക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെ നമുക്ക് 4.5x plus 10y is equal to 210 എന്ന് കിട്ടും. അപ്പൊ നോക്ക്, ഇവിടെ 9ഉം ഇവിടെ 4.5 ആണ് അല്ലെ? ഈ 4.5 into 2 ചെയ്താൽ നമുക്ക് 9 കിട്ടില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടാൻ പോകുന്നത്? ഇത് നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ആയിട്ട് ഇത് 1 ആയിട്ടും ഇത് 2 ആയിട്ടും എടുത്തു. അപ്പൊ നമ്മൾ എന്താ ചെയ്യണത്? 9x plus 20y is equal to 420. then താഴെ എന്ത് വരും? 9x plus 8y is equal to 276 എന്ന് വരും. ഇത് ക്യാൻസൽ ആവും. 20ന്ന് 8 പോയി കഴിഞ്ഞാൽ ബാലൻസ് നമുക്ക് 12 ആണ് വരിക. 420ന്ന് 276 പോയാൽ നമുക്ക് 144 വരും. വൈയുടെ വാല്യൂ 12 ആണ്. 12ന്റെ സ്ക്വയർ ആണ് 144. അപ്പൊ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി 12 എന്ന്. എക്സിന്റെ വാല്യൂ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അല്ലെ? ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുന്നത്? 180 എന്ന് കിട്ടും എക്സിന്റെ വാല്യൂ. ഓക്കെ, 180 അല്ല, സോറി, 20 എന്ന് കിട്ടും. 180/9 ആണ്, 20 എന്ന് കിട്ടും. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ? 4 into 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80 ആണ്. plus 12 into 3 36 ആണ്. 80 plus 30 എന്ന് പറഞ്ഞാൽ 110 plus 6 എന്ന് പറഞ്ഞാൽ 116 രൂപയാണ് വരുന്നത്. ക്ലിയർ ആയില്ലേ? ലീനിയർ ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ, ഇക്വേഷൻ ഫോം ചെയ്യാനും ഇക്വേഷൻ സോൾവ് ചെയ്യാനും അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു മാർക്ക് വാങ്ങിക്കാൻ പറ്റും. കാൽക്കുലേഷൻ സ്പീഡ് മാക്സിമം കൂട്ടുക, സ്റ്റെപ്സ് മാക്സിമം കുറയ്ക്കുക. ഓക്കെ, അങ്ങനെയാണ് ടൈം സേവ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. If the radius of a sphere is increased by 2 cm, then its surface area increases by 704 square centimeter. Okay, അപ്പം ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് കാര്യമായ ഗംഭീരമായ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ല. സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചെയ്താൽ മതി. ഓക്കെ, നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? റേഡിയസ് 2 സെന്റിമീറ്റർ വെച്ച് കൂടിയിട്ടുണ്ട്. റേഡിയസ് 2 സെന്റിമീറ്റർ വെച്ച് കൂടി
അതായത് ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് എങ്ങനെയാ വരുന്നത്? 4 into 4 pi r square ആണ് അല്ലെ, by 7 into r plus 2 the whole square minus r square എന്ന് വരില്ലേ? അത് എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എത്രയാണെന്ന് എഴുതുന്നത്? 704 എന്നാണ് എഴുതുന്നത്. ഓക്കെ, സർഫസ് ഏരിയ എത്ര ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? 704 ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമ്മൾ ഈ 7നെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 7 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ അല്ല 7 അല്ല, സോറി, 70. ഇത് നമുക്ക് സോൾവ് ചെയ്യുന്ന ടൈമിൽ കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഓരോന്നായിട്ട് സോൾവ് ചെയ്യാണ്. അപ്പം 4 ഇവിടെ ഇത് ഇങ്ങനെ എല്ലാം കൂടെ സോൾവ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് ഇവിടെ 56 എന്ന് കിട്ടും. ഓക്കെ, ഞാൻ ഓരോ സൊല്യൂഷൻ ആയിട്ട് എഴുതാൻ നോക്കി, പക്ഷെ എൻ്റെ അകത്ത് മൊത്തം കൺജസ്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഈക്വൽ ടു 56 കിട്ടും. ഞാൻ ഇത് ക്ലിയർ ചെയ്ത് തരാം. ഈ പറയുന്ന നമ്പേഴ്സും ഈ ഒരു നമ്പറും കൂടെ സോൾവ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ഇവിടെ കാണിച്ചു തരാം. 704 into 7 by 22 into 4 എന്നാണ് വരിക. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കോ, ഇവിടെ നമുക്ക് 66 എന്ന് വരും അല്ലെ, 11ൽ 66 എന്ന് വരും. അത് എത്ര ടൈംസ് ആണ്? 6 ടൈംസ് പോകും, ബാലൻസ് 4 ആണ്. ഇവിടെ 4 ടൈംസ്, ഇവിടെ എത്ര ടൈംസ് ആണ്? 2 ടൈംസ് ആണ്. ഈ 264ൽ എത്ര ടൈംസ് പോകും? 32 ടൈംസ് പോകും. 4 32ൽ 8 ടൈംസ്, 8 into 7 is 56. മനസ്സിലായല്ലോ അല്ലെ എന്താ കാൽക്കുലേഷൻ? ഓക്കെ, അപ്പൊ ഇനി ഇവിടെ r plus 2 the whole square എന്ന് പറഞ്ഞാൽ എന്താണ്? r square plus 2r plus 4 അല്ലെ, മൈനസ് r square എന്ന് കിട്ടും. ഈ r square ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാന്നറിയോ? നമുക്ക് ഇതിനെ r plus 2 plus r into r plus 2 minus r എന്ന് എഴുതാം. is equal to 56 എന്ന് എഴുതാം. ഇത് ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ എഴുതാട്ടോ. a square minus b square ഫോമില്. a square എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നമ്മൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തു, b സ്ക്വയറിന് ഇങ്ങനെയും എക്സ്പാൻഡ് ചെയ്തിട്ട് വേണമെങ്കിലും എഴുതാം, പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമുക്ക് എങ്ങനെയാ കിട്ടാൻ പോകുന്നത്? ഇവിടെ നമ്മൾ ഇതൊക്കെ സോൾവ് ചെയ്യണത്. 6 സോൾവ് ആവുകയാണ്. ഇവിടെ 2r എന്ന് കിട്ടും. ഇതിപ്പം അത്രയും തന്നെ ഉള്ളത്. ഓക്കെ, 2r, ഈ 2നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. 2r into 2r എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4r plus 4 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 2 സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ നമുക്ക് അത് കിട്ടി. ഇതിപ്പം ഈ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യം വരണില്ല. ആക്ച്വലി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് തന്നെ പറഞ്ഞുതരാം. r സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? r സ്ക്വയർ എന്ന് കിട്ടി 2ab ആണ്. അപ്പൊ 2 into r into 2 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 4r എന്ന് കിട്ടും. പ്ലസ് 4 is minus r square is equal to 56 എന്നാണ്. r square cancel ചെയ്യുക. 4r plus 4 is equal to 56 എന്ന് കിട്ടും. 4r എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 52 എന്ന് കിട്ടും. then r എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 13 സെന്റിമീറ്റർ എന്നാണ് റേഡിയസ് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ എന്താ ചെയ്തതെന്ന്? കുറച്ചൊന്ന് കൺഫ്യൂഷൻ അടിച്ചു, എന്നാലും ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് തരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 trains running the same direction at speeds 40 km per hour and 22 km per hour cross each other completely in 1 minute. If the length of the first train is 125 meter, what is the length of the second train? അപ്പോൾ ഇവിടുത്തെ സ്പീഡ് എന്താണ്? ഒരേ ഡയറക്ഷനിലാണ്, മൈനസ് ആണ്. 40 minus 22 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 18 km per hour ആണ് അവിടുത്തെ സ്പീഡായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം അല്ലെ. ഡിസ്റ്റൻസ് നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ടൈം തന്നിട്ടുണ്ട് 1 മിനിറ്റ് എന്ന്.
അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, 18നെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. 18 5/18 ഇൻറ്റു 1 മിനിറ്റിന് 60 സെക്കൻഡ് ആക്കിയാൽ മതി. 18 പോയി, 6 ഇൻറ്റു 5 30. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് 300 മീറ്റർ ആണെന്ന് കിട്ടി. അതിനകത്ത് ഒരു ട്രെയിൻ 125 മീറ്റർ ആണ്. അപ്പൊ രണ്ടാമത്തെ ട്രെയിൻ എന്തായിരിക്കും, 300 മൈനസ് 125 ചെയ്താൽ മതി. രണ്ടാമത്തെ ട്രെയിന് 175 മീറ്റർ ലെങ്ത് ആണ് ഉള്ളത്. മനസ്സിലായില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം? ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫിഫ്ത്ത് ഡേ, ലാസ്റ്റ് ഡേയിൽ സെക്കൻഡ് ഷിഫ്റ്റിൽ ചോദിച്ച മാത്സിന്റെ ക്വസ്റ്റ്യൻസ്. പറഞ്ഞു തന്നതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ട് വട്ടം ഒന്ന് ക്ലാരിഫൈ ചെയ്ത് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. എന്നിട്ടും ക്ലാരിഫിക്കേഷൻ കിട്ടിയില്ല, മനസ്സിലാവണില്ല എന്ന് തന്നെയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് എന്തായാലും പറഞ്ഞു തരാം കേട്ടോ. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ടെക്നീഷ്യൻ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ RRBയുടെ ഫസ്റ്റ് ഫേസ് എക്സാമുകളൊക്കെ കഴിയുകയാണ്. ഇനി അങ്ങോട്ടേക്ക് NTPCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടും. ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻസ് വരാൻ പോവുകയാണ് എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലെ, കോൾ ഫോർ ചെയ്യാണ്, ജാനുവരിയിൽ വരുന്നുണ്ട്. അപ്പൊ അതിനും എല്ലാം നമ്മൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജ് ക്വാളിഫൈ ആവും എന്ന് തോന്നുന്നവരെല്ലാം എന്ത് ചെയ്യുക, വരുന്ന ALPയുടെയും JEയുടെയും ഒക്കെ സെക്കൻഡ് സ്റ്റേജിനുള്ള പ്രാക്ടീസുകളും പ്രിപ്പറേഷൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.